ഇന്നലെ രാത്രി 2 മണിക്ക് പോയ കറണ്ടാണ്, വന്നിട്ടില്ല. അന്ന് ഞങ്ങളുടെ ഇടവകയിൽ പള്ളിയിൽ പെരുന്നാളാണ്, അറിയാലോ. പക്ഷെ ആ തിരക്കിൻ്റെ ഇടയിൽ ഞങ്ങൾ ഡ്രസ്സൊക്കെ തേക്കാനുണ്ട്. എന്താ ചെയ്യുക, ഇവിടെ മൊത്തം കറണ്ട് ഫെയിലിയറാണ്. തേക്കാൻ പുറത്തു കൊണ്ടേ കൊടുത്താലും കറണ്ട് ഫെയിലിയറുണ്ട്. അപ്പോൾ ഒരു നിവൃത്തിയില്ല, ഞാൻ എൻ്റെ പഴയ തേപ്പൊട്ടി ഇങ്ങോട്ടൊന്ന് പുറത്തോട്ടെടുത്ത് ഇതും എനിക്ക് കുഞ്ഞിലേ ചെയ്ത ശീലമുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണമെന്ന് നല്ലതാണ്. പക്ഷെ എൻ്റെ ഇപ്പോൾ പിള്ളേർ പറയുന്ന തൊടലേ ഡ്രസ്സ് കേടായി പോവും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഞാൻ നല്ലോണം വെളുപ്പിച്ചെടുത്തെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഡ്രസ്സിലും അഴുക്ക് കയറി പിടിക്കുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അതിൻ്റെ ഒരു പ്രോസസ്സ് നടക്കണേണ്. ഓക്കെ, അപ്പം ഇനി എൻ്റെ പ്രൊസീജിയർ ഇങ്ങനെയാണ്. ഞാൻ സാധാരണ എൻ്റെ ചിരട്ട കുന്തിരിക്കത്തിനൊക്കെ പുകയ്ക്കുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ കാണിക്കും ഗ്യാസ് അടുപ്പിൽ. ഇറ്റ് ഇസ് വെരി റിസ്കി, വളരെ കെയർഫുൾ ആയിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം എന്നിട്ട് അതിൻ്റെ ശേഷം. ഓക്കെ, താങ്ക് യു. ഈ പഴയ എന്താ പറയുക, എവിടെയില്ല കറണ്ട് ഇന്ന്. കൊച്ചിയിലല്ല, ഐ മീൻ മുണ്ടവേലി പ്രദേശത്ത് എങ്ങും ഇല്ല. അപ്പോൾ എവിടെ പോകാനാ? കസിൻസിൻ്റെ വീടും കുറച്ച് ദൂരെയാണ്, ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ ഇൻ കേസ് അവിടെയും കറണ്ട് വിളിച്ചൊന്നും ചോദിച്ചില്ലെന്ന് വെച്ചാൽ പള്ളിയിൽ പെരുന്നാളല്ലേ, നമുക്ക് കൃത്യസമയത്ത് ചെല്ലണം. ഇന്നാണെങ്കിൽ കൊച്ചി ബിഷപ്പിൻ്റെ കുർബാനയാണ്. അപ്പോൾ ഓക്കെ. അപ്പോൾ മോനാ പറഞ്ഞത്, മമ്മി അത് കഴുകിയിട്ടെടുക്കുന്നു. അപ്പം ഉണങ്ങാൻ പണിയല്ലേ എന്ന് ചിലപ്പോൾ ചൂടല്ലാകത്തോട്ട് പോകുന്നു. അപ്പം നമ്മുടെ പാത്രം നീറ്റാവും. അപ്പം ഇതാണ് ഇതിൻ്റെ പഴയ നമ്മൾ കത്തിക്കുന്ന രീതിയൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ഇനി ഇത് കനൽ കെട്ട് അത്. അപ്പോൾ കണ്ടില്ലേ ഇവിടെ അത് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ബേസ് ചൂടാവും. അങ്ങനെയാണ് നമ്മൾ ഡ്രസ്സ് തേക്കണതൊക്കെ. ഒന്നും കൂടി വേണമെന്ന് ഊതി. അയ്യോ, ഇതൊക്കെ ഞാൻ പഴയ കാലങ്ങളൊക്കെ ഓർമ്മ വന്നു കേട്ടോ. എൻ്റെ മദർ തേക്കണതും ഫാദറിൻ്റെ എല്ലാ മുണ്ടും ഷർട്ടൊക്കെ തേച്ചട്ടിക്കട്ടിയായിട്ട് ഇങ്ങനെ വെക്കുന്നതൊക്കെ ഇന്ന് എനിക്ക് തിരിച്ചാ കുട്ടിക്കാലമൊക്കെ ഓർമ്മ വന്നു കേട്ടോ. എൻ്റെ മദറിനെയൊക്കെ നല്ല ഡീപ്പായിട്ട് ഓർമ്മ വന്നു. ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഒരു വീഡിയോ കണ്ടു, അമ്മേനെ ഇട്ട് തല്ലി ഒടിക്കുന്ന വീഡിയോ ഒക്കെ. കഷ്ടമുണ്ട് കേട്ടോ അങ്ങനത്തെയൊക്കെ വീഡിയോ ഒക്കെ കാണുമ്പോൾ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പേരൻസിനെയൊക്കെ ഓർമ്മയാണ് വരുന്നത്. സത്യം പറഞ്ഞാൽ അവർ ചെയ്ത ഒരു ഗ്രേറ്റ് ഡീഡ്സ്, അവരുടെ ലൈഫൊക്കെ മൊത്തം എൻഗേജ്ഡ് ആയിരുന്നു. അപ്പോൾ ഇന്ന് നമുക്കിങ്ങനെ ചെയ്യാൻ തന്നെ എല്ലാവരും പറഞ്ഞു വേണ്ട, ചെയ്യേണ്ട, ഡ്രസ്സ് കത്തിപ്പോവും എന്നൊക്കെ. ഇല്ല, അതൊക്കെ കറക്റ്റാണ്. പക്ഷെ ഞാൻ എൻ്റെ ഒരു എന്താ പറയുക, അതൻ എനിക്കൊന്നുമില്ല, ഒരു നിവൃത്തിയില്ല. മൊത്തം മുണ്ടവേലി പ്രദേശത്ത് കറണ്ടില്ല. ഇന്നലെ രാത്രി ഒരു ആക്സിഡൻറ്റ് നടന്നതാണ്, അറിയില്ല. 2 പോസ്റ്റ് പോയെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡീപ്പായിട്ടുള്ള ഇലക്ട്രിക്കൽ വർക്ക്സ് നടക്കണമായിരിക്കും, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ KSB എപ്പോഴും വളരെ പ്രോംപ്റ്റാണ് അവരുടെ കാര്യങ്ങളൊക്കെ. നമ്മൾ ഇത്രയും വിഷമിപ്പിക്കില്ല. അപ്പോൾ ഓക്കെ ദെൻ, ബൈ. നമുക്ക് കാണാം. ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ടൊന്ന് തേച്ചിട്ട് കാണിക്കാവേ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്. പക്ഷെ നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം. ആദ്യം സാധാരണ അവരിങ്ങനെ വെച്ചൊക്കെ നോക്കും ചൂടുണ്ടാന്ന്. അപ്പം നല്ല ചൂടുണ്ട്, കണ്ടില്ല, അഴുക്കുണ്ട്, സ്റ്റെയിൻസ് ഉണ്ട്. അപ്പം നമുക്കിത് വെക്കാൻ പറ്റില്ല, നമ്മുടെ ഡ്രസ്സിലോട്ട് വെക്കാൻ പറ്റില്ല. കണ്ട സ്റ്റെയിൻ വന്നോണ്ടാ. നമുക്കൊന്നും കൂടി നോക്കാം, വേണേൽ ട്രൈ ചെയ്യാം. ഞാൻ ഇനി ഇത് മറിച്ചിടണം, അല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സിലോട്ടൊക്കെ ആവും. കണ്ട, ഇത് മൂവ് ചെയ്യാനായിട്ട് ഇതുണ്ട. ഇതിങ്ങനെയാണ് നമ്മൾ തേക്കണത്. അണ്ടർസ്റ്റുഡ്? കണ്ട? ഓക്കെ, താങ്ക് യു. എൻ്റെ ഡ്രസ്സ് ഞാൻ തേച്ചില്ല കേട്ടോ. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് തേക്കാം. അപ്പോൾ ആ ചൂട് ഇതാവും. ഓക്കെ, താങ്ക് യു.